ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു കിച്ചൺ ടിപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന തുണികൾ, ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തുണികൾ എത്ര ക്ലീൻ ചെയ്താലും കുറച്ചൊക്കെ അഴുക്കൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ സ്മെല്ലുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കുഞ്ഞു ടിപ്പാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിലോട്ട് നമ്മൾ നല്ല ഹോട്ട് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം സാധാരണ നമ്മുടെ പൈപ്പിലെ വെള്ളം മതി കേട്ടോ, വേറെ വെള്ളം വേണമെന്നൊന്നുമില്ല. അപ്പം നന്നായി തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പൊന്ന് ഇട്ടിട്ട് നമുക്ക് ആ വെള്ളത്തിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഒന്ന് മിക്സ് ചെയ്യാം അല്ലേ നമുക്ക്. എന്നിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ തുണി ഉണ്ടല്ലോ, നമ്മൾ കിച്ചണിൽ ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ തുണി നമ്മൾ ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് രാത്രി സമയത്തൊക്കെ ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഇതുപോലെ ഹോട്ട് വാട്ടറിൽ കുറച്ച് ഉപ്പിട്ടിട്ട് വെച്ചിട്ട് അങ്ങ് പോയാൽ മതി. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ, നമുക്കിതുപോലെ ഇട്ട് വയ്ക്കാം. നമുക്കത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കാം എങ്ങനെയുണ്ട്. കുറച്ച് കഴിയുമ്പോഴല്ല, അടുത്ത ദിവസം എങ്ങനെയുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതായത് ഇത് കുറച്ച് ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ ഒട്ടും അഴുക്കൊന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, നന്നായിട്ട് ഒരു അഴുക്ക് കളറ് കാണുന്നുണ്ട്. ഇത് നമ്മൾ എത്ര വാഷ് ചെയ്താലും ഈ ഒരു ഇത് പോവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് നല്ലൊരു മെത്തേഡായിട്ടാണ് തോന്നുന്നത്. നമുക്ക് അധികം കഴുകുക അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഈ തുണിയൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചായി കഴിഞ്ഞാൽ നമ്മളിത് കളയും. കിച്ചൺ ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മേടിക്കുന്ന തുണിയാണിത്. അപ്പോൾ ഇത് അധികം നാളൊന്നും നമ്മൾ യൂസ് ചെയ്യുന്ന തുണിയല്ല, പെട്ടെന്ന് നമ്മളത് കളയാണ് ചെയ്യുക. പക്ഷേ എനിക്ക് തോന്നുന്നു നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ തുണികളൊക്കെ യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണ്, അധികം അങ്ങനെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിന് കുറച്ച് കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരാണ് തോന്നിയിട്ടുണ്ട്. എത്ര കഴുകിയാലും അതിനൊരു അഴുക്ക് പോലത്തെ ഇങ്ങനെ നിൽക്കും. നമ്മൾ എത്ര വാഷ് ചെയ്താലൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്മെല്ല് ഇല്ലാതാക്കാം. അതുപോലെ തന്നെ ആ അഴുക്കും നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്താൽ മതി. നമുക്കധികം സമയമോ അതൊന്നുമില്ല, ബുദ്ധിമുട്ടുകളുമില്ല, കഴുകുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല കേട്ടോ. ഈ ഒരു തുണി ഞാനിപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചധികം നാൾ യൂസ് ചെയ്തതിന് ശേഷം ആ ഒരു അവസ്ഥയിൽ ആക്കിയെടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. സാധാരണ തുണി ചെയ്യുന്ന പോലെ സാധാരണ ഈ തുണി കുറച്ച് ആവുമ്പോൾ നമ്മളങ്ങ് കളയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ തുണി കുറേ അധികം നാൾ യൂസ് ചെയ്യുന്നുള്ളവർക്കും ഈ ഒരു പോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്തിട്ട് സക്സസ് ആയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു കുറച്ചൊക്കെ ഹൗസ് വൈഫ്സിന് കുറച്ച് പേർക്കൊക്കെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇതിൽ പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഈ വെള്ളത്തിൽ നിന്ന് അങ്ങ് കഴുകി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ, പിറ്റേ ദിവസം തന്നെ വേണമെന്നില്ല, പകൽ സമയത്തായാലും വയ്ക്കാം. ചൂടുവെള്ളത്തിൻ്റെ ചൂടാറുന്ന വരെ മുക്കി വെച്ചാൽ മതി, അത്രയേ ഉള്ളൂ അതിൻ്റെ ഇത്. അപ്പോൾ സാധാരണ നമ്മൾ രാത്രി പണിയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ഇട്ടിട്ട് പോവുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. അപ്പോൾ അതങ്ങ് അവിടെ ഇരുന്നോളും, നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ അഴുക്കൊക്കെ പുറത്തോട്ട് ഇറങ്ങിക്കോളും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറേ പേരൊക്കെ ഈ മെത്തേഡ് ട്രൈ ചെയ്യുന്നതായിരിക്കാം, ഉപ്പിലൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു മെത്തേഡൊക്കെ ചെയ്യുന്നതായിരിക്കാം. പക്ഷെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം അതിൻ്റെ ഒരു ഇതുണ്ടെന്ന്. നമുക്ക് വാഷ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുകളും ഇല്ല, നന്നായിട്ട് തന്നെ ഇരിക്കും. ഈ അഴുക്കൊക്കെ നമ്മൾ കൈകൊണ്ട് എത്ര കഴുകിയാലും ഈ ഒരു അഴുക്ക് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. ഞാനിപ്പോൾ കൈകൊണ്ടൊക്കെ കഴുകിക്കൊണ്ടുവന്ന ആ ഒരു തുണിയാണ് വീണ്ടും ഈ വെള്ളത്തിലോട്ട് ഇട്ടത് കണ്ടോ. അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾ കാണുന്നുണ്ടോ, കണ്ടോ, ഇത്രയും അഴുക്ക് അതിലുണ്ടായിരുന്നു. സാധാരണ കഴുകിക്കഴിഞ്ഞാൽ അത് പോവില്ല. ഈ ഒരു ഉപ്പ് ഇട്ടിട്ട് ഹോട്ട് വാട്ടറിൽ വെക്കുമ്പോഴാണ് ഇത് പോവുക. അതുപോലെ തന്നെ അതിൻ്റെ അഴുക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ടിപ്പാണ് എങ്കിൽ